ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അഞ്ജൂസ് നാടൻ രുചികൾ. ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു ഈസി ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് നോക്കാം ഈ സിമ്പിൾ ആൻഡ് ഈസി ചിക്കൻ കറി എങ്ങനെയാണ് തയ്യാറാക്കുക എന്ന്. ചിക്കൻ കറി തയ്യാറാക്കാൻ ആവശ്യമായി ഞാനിവിടെ കുഴിയുള്ള ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതിലേക്ക് 2 സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം സൈസ് സവാളയാണ്. ഇനി ഇതൊന്ന് നന്നായി വഴറ്റിയെടുക്കണം. സവാള പെട്ടെന്ന് വഴന്ന് വരുന്നതിന് നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ സവാളയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇനി അതിലേക്ക് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എന്നിവ ചതച്ചത് ചേർത്ത് കൊടുക്കാം. പിന്നെ 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഉള്ളി വഴന്ന് വരുമ്പോൾ അതിലേക്ക് ചേർക്കാനുള്ള പൊടികളാണിത്. എന്തൊക്കെ പൊടികളാണെന്ന് നോക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. എരിവിനായിട്ട് നമ്മൾ പച്ചമുളക് ചതച്ച് ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് കുറച്ച് മുളക് പൊടിയേ ചേർത്തിട്ടുള്ളൂ. 1 ടീസ്പൂൺ ചിക്കൻ മസാല പൗഡർ. ചിക്കൻ മസാല പൗഡറിൽ എരിവുണ്ട്, അതുകൊണ്ട് ഞാൻ മുളക് പൊടി കുറച്ച് ചേർത്തത്. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഇത്ര പൊടികളെല്ലാം കൂടി നമ്മൾ വഴറ്റി വെച്ച ഉള്ളിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ സവാള ഇവിടെ നന്നായി വഴന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന പൊടികളിട്ട് ഒന്ന് പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കാം. ഇനി അതിലേക്ക് ഒരു മീഡിയം സൈസ് തക്കാളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്തതിന് ശേഷം കൂടുതൽ വഴറ്റേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം ഒരു 2 മിനിറ്റ് മൂടി വെച്ച് വേവിക്കാം. കൂടുതൽ സമയം വേവിക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ കറിയിലേക്ക് വെള്ളമൊക്കെ ഒഴിച്ച് തക്കാളി നന്നായിട്ട് വേവിക്കാനുള്ളതാണ്. അപ്പോൾ ഒരു 2 മിനിറ്റ് വേവിച്ചാൽ മതിയാവും. ഇപ്പോൾ തക്കാളി ഏകദേശം ഒന്ന് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ പീസസ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1 കിലോ ചിക്കനാണ് കറി വയ്ക്കാൻ എടുക്കുന്നത്. നന്നായി കഴുകി എടുത്തിട്ടുള്ളതാണ്. എല്ലോട് കൂടിയ ചിക്കനാണ്. ഇനി ഈ ചിക്കൻ പീസസ് നമുക്ക് നമ്മുടെ ഗ്രേവിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഹൈ ഫ്ലെയിമിലിട്ട് ഒരു 5 മിനിറ്റോളം ഈ ചിക്കൻ പീസസ് ഇങ്ങനെയൊന്ന് നന്നായി വഴറ്റിയെടുക്കണം. ആ ഗ്രേവിയിലും എണ്ണയിലും ഒക്കെ മിക്സ് ആവാൻ നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം. ചിക്കൻ കറി ആയതുകൊണ്ടാണ് കൂടുതൽ വെള്ളം ചേർക്കുന്നത്. 1 ഗ്ലാസ് എന്ന് പറയുമ്പോൾ 200 ml ഉണ്ടാവും. ഇനി അതൊന്ന് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മൂടി വെച്ചൊരു 10 മിനിറ്റ് വേവിക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ചിക്കൻ ഒരു ഹാഫ് കുക്ക് ആയിട്ടുണ്ട്. ആ സമയത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. കഷ്ണങ്ങൾ അധികം ഉടഞ്ഞു പോകാത്ത രീതിയിൽ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനിയും വെള്ളം കുറച്ചുകൂടി വറ്റാനുണ്ട്, കഷ്ണങ്ങൾ ഒന്നുകൂടി വേവാനുണ്ട്. അതിനാവശ്യമായിട്ട് ഒന്നുകൂടി ഒരു 5 മിനിറ്റോളം മൂടി വെച്ച് വേവിക്കാം. ചിക്കൻ വേവുന്നതിന് ഒരു 20 മിനിറ്റ്സ് മതിയാവും. അപ്പോൾ അങ്ങനെ മൂടി വെച്ച് ഇടയ്ക്കെടുത്ത് ഇളക്കി കൊടുത്ത് അങ്ങനെ ഒരു 20 മിനിറ്റ് വേവിച്ചെടുക്കുക. ഇപ്പോൾ ഗ്രേവി നല്ല തിക്കായ കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ചിക്കൻ കഷ്ണങ്ങളെല്ലാം വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു പിടി മല്ലിയില വിതറി കൊടുക്കാം. മല്ലിയില ചേർക്കുന്നത് ഓപ്ഷനിലാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ടേസ്റ്റി ചിക്കൻ കറി ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.